മുഅ്മിനീങ്ങളായ ആളുകളുടെ നന്മകൾ പറയുന്നത് അതൊരു മോശമായിട്ടല്ല മുഅ്മിനീങ്ങൾ കാണേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു മഹത്വമുള്ള പ്രവർത്തനമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കേണ്ടത്. ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. എന്നാൽ ഈ ജീവിച്ച് മരിച്ചുപോയ ആളുകളൊന്നും അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും പിന്നീട് ഓർക്കുന്ന സാഹചര്യം വളരെ കുറവാണ്. മാക്സിമം പോയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവർ ദീനിയായ ചുറ്റുപാടുകളും ഇസ്ലാമിന്റെ അച്ചടക്കത്തോടുകൂടെ ജീവിക്കുന്നവരാണ് എങ്കിൽ അവർ ചിലപ്പോൾ എന്റെ വാപ്പാന്റെ ആണ്ടാണ്, ഉമ്മന്റെ ആണ്ടാണ്, ഉമ്മ ഒരു ദിവസമാണ് ഒരു വാർത്തയോദനം, യാസീനോദനം, ആർക്കെങ്കിലും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമൊക്കെ ചിന്തിച്ചിട്ട് അവർ ഓർത്തേക്കാം. അതേ സ്ഥാനത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു സർവസമ്മതനായി ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക എന്ന് പറയുന്ന പ്രത്യേകത, അവരെ സ്മരിക്കുക എന്ന് പറയുന്ന പ്രത്യേകത, അത് സ്വലാഹിയത്തിന്റെ അഹലുകാരാൽ നടക്കണം എങ്കിൽ ലോകത്ത് അയാൾക്ക് 2 നിഅമത്ത് അല്ലാഹു തആല കൊടുക്കും എന്നാണ്. 2 നിഅമത്താണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുക. അല്ലാഹു തആല ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന നിഅമത്താണ്. ഉയർച്ച പല രീതിയിലും പലരും ആഗ്രഹിക്കും. ഇപ്പൊ 5-6 മാസം കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലൊന്നും നിൽക്കക്കളി ഉണ്ടാവില്ല, എല്ലാവരും ഇപ്പം പിന്നാലെ നടക്കും. നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് നമ്മുടെ അടയാളത്തിനെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, അടുക്കളയിൽ വന്നിട്ട് ചട്ടിയിൽ പൊരിച്ചു വെച്ച ഉണക്കമുള്ളന്റെ കഷ്ടം പോലും കടിച്ചു നിന്നിട്ട് അടുത്ത 5 കൊല്ലം നിങ്ങളെ എല്ലാത്തിലും ഞാൻ രക്ഷപ്പെടും, ഇനി നിങ്ങളും ഉള്ളം കൂട്ടേണ്ടി വരില്ല, ആഗോലിയമായ കുറം തന്നെ തീറ്റിക്കും എന്നുള്ള ഓഫറൊക്കെ നടത്തിയിട്ട് ആളുകൾ ഇങ്ങനെ വരാൻ വേണ്ടി കാത്തുവച്ചിരിക്കുക. അള്ളാന്റെ തൗഫീഖോടുകൂടെ വോട്ട് വാങ്ങിയിട്ട് പോയാൽ പിന്നെ അടുത്ത 5 കൊല്ലം പേര് പോലെ ആരും കാണൂല. അതിനുവേണ്ടി എത്ര ലക്ഷങ്ങളാ ചെലവഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ പാർട്ടിക്കാരും ഒരു MP ആകാൻ, ഒരു MLA ആകാൻ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോടികൾ എത്രയാണ്. തെരഞ്ഞെടുപ്പിന്റെ നിയമം അനുസരിച്ച് ഹലാലായ മാർഗത്തിൽ വേറെയും, തെരഞ്ഞെടുപ്പിന്റെ നിയമത്തെ ലംഘിച്ചിട്ട് ഹറാമായ രീതിയിൽ വേറെയും, അങ്ങനെ എത്രയോ കോടികൾ ഇങ്ങനെ ഒഴുക്കുക. ഇയാൾക്ക് കിട്ടിയ സ്ഥാനത്തിന്റെ പവർ എത്ര കൊല്ലാണ്? ഒന്നിക്കൽ ആ ഭരണം പൊളിയുന്നത് വരെ നീണ്ടു നിന്ന 5 കൊല്ലം വരെ തീർന്നു. ഒരാൾ മുഖ്യമന്ത്രിയായാൽ സുബ്ഹാനല്ലാഹ്, അയാൾ റോട്ടും ഇറങ്ങുമ്പോ മനുഷ്യന്മാരെക്കാണെങ്കിൽ കൂടുതൽ പോലീസുകാരാണ് ഉണ്ടാകുക എന്ന് പണ്ടൊരു തള്ള പറഞ്ഞ മാതിരി റോഡ് നിറച്ചും പോലീസുകാരായിരിക്കും. ഇയാളെങ്ങാനും ഗതികേടിന് ഒരു അഴിമതി ആരോടും വന്നിട്ട് മന്ത്രി സ്ഥാനം രാജ്യം വെച്ച് പുറത്തു വന്നാലും അതേ പോലീസുകാർ വന്നിട്ട് വാ സാറേ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് കൈ കാമം വെച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതൊക്കെ ദുന്യവിയായിരിക്കുന്ന റിഫഅത്തിനെ ആഗ്രഹിച്ചാൽ കിട്ടുന്ന റിഫഅത്ത് പക്ഷേ നിലനിൽപ്പില്ലാത്തതാണ്. എന്നാൽ ലോകത്ത് ആര് ശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഖബൂലിയത്തും സ്വീകാര്യതയും റിഫഅത്തും അള്ളാഹു കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വലിയ 2 നിഅമത്തിനെ ഖുർആൻ പറഞ്ഞു. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നാമതായി അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈമാനിൽ അടിയുറച്ച നിലപാട് സ്വീകരിച്ച് യഥാർത്ഥ ഈമാനിന്റെ നിഷ്കളങ്കമായ പ്രഭയെ ഏറ്റുവാങ്ങി അതിനെ ഹിമ്മത്തോടെ കൈകാര്യം ചെയ്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈമാനിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയുന്നവർ, അത് അല്ലാഹു തആല ഉയർത്താൻ വേണ്ടി തീരുമാനിച്ച ആളുകൾക്ക് ജീവിതകാലത്ത് കൊടുക്കുന്ന ഒരു നിഅമത്താണിത്. നമ്മളൊക്കെ അവസ്ഥ എന്തായിരുന്നു?
ഞമ്മക്കിന്ന് തീരെ പരിഗണനയില്ലാത്തൊരു വിഷയമാണ് ഇപ്പൊ ഏത് ഈമാൻ. ആളെന്തോ ആയിക്കോട്ടെ, ഓൻ നിസ്കരിക്കുന്നില്ല എന്നുള്ള മാത്രം ചോദ്യമാണ്. ഓന്റെ ഈമാൻ സഹീഹാണോ, അവന്റെ ഈമാൻ പിഴച്ചു പോകുന്നുണ്ടോ, അവൻ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അവന്റെ ബാഹ്യമായ ഗോഷ്ഠികളെ മാത്രമേ നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. സത്യത്തിൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹഖ് എന്താണ്? അഫ്ളു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഉരുവിട്ട വചനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനമാണ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളും അവർ നിങ്ങൾക്ക് കൈമാറി തന്ന സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ സന്ദേശം ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ സന്ദേശമാണ്, ഈമാനാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. ആ ഈമാൻ ഇല്ലാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഈമാൻ പിഴച്ചുപോയ ആളുകൾ, അവർ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് ദുനിയാവിൽ കൂലി കിട്ടുന്നല്ലാണ്ട് ആഖിറത്തിൽ കൂലി കിട്ടൂല. നല്ല കാര്യം ചെയ്തിട്ട് ദുനിയാവിൽ കൂലി കിട്ടാൻ അല്ലാഹു തആല ഈമാൻ ശർത്ത് വെച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഏത് അവിശ്വാസിയായ ആള് നല്ല കാര്യം ചെയ്താലും അല്ലാഹു തആല അതിന് പ്രതിഫലം കൊടുക്കും. പക്ഷെ അത് എവിടെയേ കൊടുക്കുള്ളൂ? ദുനിയാവിൽ കൊടുത്തെങ്കിൽ വിട്ടേക്കും. അതേ സ്ഥാനത്ത് ചെയ്യുന്ന നല്ല പ്രവർത്തനത്തിന് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണം എങ്കിൽ അനിവാര്യമായ വിഷയമാണ് ഈമാൻ. ഈ ഈമാനിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. മഹാന്മാരുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് ഖുർആൻ പറഞ്ഞതാണ് ഈമാൻ. രണ്ടാമത്തതോ വഅമിലുസ് സ്വാലിഹാത്ത്. ജീവിതകാലം മുഴുവനും ഉറങ്ങി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവർ അല്ല. ജീവിതകാലം വെറും വെള്ളത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വീട്ടിനും അതുപോലത്തെ ജീവിതത്തിന്റെ ഉപാധികൾ കണ്ടെത്താൻ വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യൻ അല്ല. അവന്റെ ജീവിതം മുഴുവനും വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ അവരുടെ ആയുഷ്കാലത്തെ മുഴുവനും അവർ മാറ്റിവെച്ചിരിക്കും. നമ്മളെ സമയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്ന എന്തിനാ? ഗൾഫുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരായ ഞങ്ങളും ഗൾഫിൽ വന്നാൽ യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ യൗമുൻ നൗം എന്നാണ് അതിന്റെ പര്യായ പദത്തിൽ, അല്ലേ? വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഓർക്കിന്റെ ദിവസവും. ഞങ്ങളൊക്കെ തന്നെയാണ്. നാട്ടിൽ വന്നാൽ ലേശം ഉറങ്ങാൻ കിട്ടുന്ന സമയം എവിടെയാണ്? ഇങ്ങോട്ട് വന്നാലാണ്. ചെറിയ തണുപ്പും കൂടെ ഉണ്ടോ? നല്ല രസം ഉറങ്ങാൻ. ഇനി നല്ല ചൂടുള്ള സമയത്തായാലും ഗൾഫിൽ ഉറങ്ങുന്നതിന് പ്രശ്നമില്ല. AC ഇട്ടിട്ട് ബ്ലാങ്കറ്റും തലയിൽ ഇട്ട് ഉറങ്ങുന്ന അമ്പന്മാരാര്? നമ്മളൊക്കെ. ഉറക്കം എങ്ങനെയായാലും മാറൂല. ഉറക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആവേശമാണ്. ഉറങ്ങാനായി പണ്ട് ഞങ്ങളൊക്കെ ദർസിൽ ഓതുമ്പോൾ ഒരു മൂസൂലായിട്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെവിചെടുത്ത് പറയും, ഉറക്കാനായി ഖലഖല്ലാഹു അസ്സ വജൽ എന്ന് വേണ്ട പറയുന്നുണ്ട്. മുതാലിമികളായ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കടന്നുറങ്ങുമ്പോൾ മുമ്പ് കാതിൻ്റെ അടുത്ത് വന്നിട്ട് ഉറക്ക പറയാ, ഉറങ്ങാനായി ഖലഖല്ലാഹു അസ്സ വജൽ. അപ്പൊ നമ്മളിങ്ങനെ ഉറങ്ങിയിട്ട് സമയം തീർക്കുക. ഉറക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ വലിയൊരു താല്പര്യമുള്ള വിഷയമാണ്. ഉറക്ക ആവശ്യമാണ്, നിഅമത്താണ്. പക്ഷെ അമിതമായാൽ ആയുസ്സിന്റെ ബർക്കത്തെ നഷ്ടപ്പെടുത്തി കഴിയും. ആയുസ്സിന്റെ ദൈർഘ്യത്തെ പോലും അമിതമായ ഉറക്ക് കുറച്ചു കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതുകൊണ്ട് നമുക്കെന്താണ്? കഠിനാധ്വാനം ഒരു വിഷയത്തിലും പറ്റൂല, അല്ലെ? ഇല്ല. നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് നല്ലൊരു പരിപാടിയുടെ സംഘടിപ്പിച്ചു. സംഘാടകരൊക്കെ വളരെ റാഹത്തിലാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇതിന് ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പ്രാർത്ഥന കൊണ്ടൊക്കെ സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും തരട്ടെ. ഇത് കുടിക്കാൻ തന്നെ നേരമുള്ള തോന്നുന്നു.
അതിന് കുറച്ച് കഴിഞ്ഞാൽ തിന്നാനും കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സമയങ്ങൾ വന്ന് വേഗം കുടിക്കും. അള്ളാഹുത്താല ഒരു മനുഷ്യന് ഒറ്റ കൽബേ കൊടുത്തിട്ടുള്ളൂ, 2 കൽബ് കൊടുത്തിട്ടില്ല. അപ്പൊ ഒരേ സമയത്ത് 2 കാര്യം എന്താക്കാൻ കഴിയൂല, ശ്രദ്ധിക്കാൻ കഴിയൂല. നിങ്ങളെല്ലാം എണീച്ചു പോകുന്നുള്ള പേടി സംഘാടകർക്ക് ഉള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുമ്പോൾ ഒരിക്കൽ പച്ചവെള്ളം, പിന്നെ ജ്യൂസ്, പിന്നെ ചോറ് ഇങ്ങനെ എന്താക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കുക, ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് എണീക്കുന്നു സംഘാടകരോട് പറഞ്ഞ അവർക്ക് ആശ്വാസം അറിയിച്ചു. ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നല്ലൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ നാട്ടിൽ നല്ലൊരു സമ്മേളനം സംഘടിപ്പിച്ചു. നമ്മുടെ അവസ്ഥ എന്താ? അതങ്ങ് ഉഷാറായിട്ട് അങ്ങ് വിജയിച്ച അൽഹംദുലില്ലാ, റാഹത്തായി മോനെ, നമ്മൾ സലാമത്തായി കിട്ടി. പിന്നെ 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താകുക, അതിന്റെ ക്ഷീണം മാറിയിട്ട് 2ാമത്തെ പണിയിലേക്ക് പോവുക. അത് നമ്മുടെ പ്രകൃതിയാണ്. റാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ അവരുടെ ജീവിത ശൈലിയെ സംബന്ധിച്ച് സൂഫി ലോകത്തറിയപ്പെട്ട പ്രഗൽഭ വ്യക്തിത്വമായ മഹാനായ അബൂ ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഒരു കാര്യം ഹില്യത്തുൽ ഔലിയാഇന്റെ 10ാം വാല്യത്തിൽ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. മഹാനായ അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ദീർഘിച്ചു പോകുന്നില്ല. ചെറിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു സൂചന മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സാന്ദർഭികമായിട്ട് തരികയാണ്. മഹാനായ അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യൻ സ്വർഗം കിട്ടാൻ വലിയ ആഗ്രഹക്കാരനാണ്. സ്വർഗം കിട്ടണമെന്ന് അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ നല്ല കാര്യം ചെയ്യുമ്പോ അതിന്റെ താല്പര്യം സ്വർഗമാണെന്ന് പറഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചവനാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും അതിന്റെ താല്പര്യം സ്വർഗം കിട്ടലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ ഒന്നും ആകാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു പോയാൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തവനാണ്. പിന്നെന്താ വേണ്ടത്? ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അവന്റെ താല്പര്യം റിളല്ലാഹി അസ്സ വജല്ല, എന്നെ പടച്ച അല്ലാഹുവിന്റെ റിള, തൃപ്തി, അതാണ് എനിക്ക് വേണ്ടത്. അല്ലാഹു ഒരാളെ തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് കൊടുക്കുന്ന സന്തോഷം ഏതാണ്? അൽ ജന്ന. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റിള നേടലാണ് ഏറ്റവും വലിയ അനിവാര്യ ഘടകമെങ്കിൽ അല്ലാഹുവിന്റെ റിള നേടാൻ ഭൗതികമായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരിൽ പ്രകടമാകുന്ന 4 ചിന്തകളുണ്ട്. മഹാനായ അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, ആ 4 ആവശ്യങ്ങളെ നീ 4 സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ ഖുദിൽ ജന്ന, നീ സ്വർഗം പിടിച്ചോ, സ്വർഗം വാങ്ങിച്ചോ. അതിൽ ഒന്നാമത്തത് ഏതാണെന്നറിയോ? മഹാനവറുകൾ പറയുന്നു, ഇസ്രിഫ് അർബഅത അശ്യാ ഇലാ അർബഅതി മവാദിഅ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീ താല്പര്യപ്പെടുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 വിഷയത്തെ നീ 4 സ്ഥലത്തേക്ക് മാറ്റിവെച്ചിട്ട് ദുന്യവിയായ ജീവിതം നീ അല്ലാഹുവിന്റെ റിളക്ക് വേണ്ടിയുള്ള പടയോട്ടത്തിനു വേണ്ടി വിനിയോഗിക്കുമോ? എന്നാൽ ഖുദിൽ ജന്ന, നീ സ്വർഗം വാങ്ങിച്ചോ. അതിൽ ഒന്നാമത് മഹാനവറുകൾ പറയുന്നത് അന്നൗമ ഇലൽ ഖബ്രി, ദുനിയാവ് ഉറങ്ങി തീർക്കാൻ നീ ഉപയോഗപ്പെടുത്തി പോയാൽ സ്വർഗം നിനക്ക് കിട്ടൂല കേട്ടോ. സ്വർഗം നേടുന്ന മനുഷ്യൻ അവന്റെ ഉറക്കിന്റെ സമയം മാറ്റിവെക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? അന്നൗമ ഇലൽ ഖബ്രി, അത് നീ ഖബറിലേക്ക്
വേദിയിലേക്ക് മാറ്റിവെച്ച മോനെ, ലോകത്ത് ആദരിക്കപ്പെടുന്ന സർവ്വ ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും മാനസികാവസ്ഥതായിട്ടില്ലേ ഔലിയാക്കളുടെ നേതാവായ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വകുല്ലു വല്ലിൻ ലഹു ഖൽബുൻ ഫഇന്നി അലാ ഖൽബിൽ നബി ബദിരിൽ കമാലി വകുല്ലു വല്ലിൻ ലഹു ഖദമു ഫഇന്നി على قدم النبي بدر തമാമി. എല്ലാ വോലികളും ഓരോ നബി വാശി, ഞാനെന്റെ സീബാവ കാൽവശി എന്നോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിൽ ആവാഹിച്ചെടുത്തൊരു പ്രേമവചനമുണ്ടാരാ മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തൊരു പാദമുണ്ടാരാ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എന്റെ ഇടം ആ ഹബീബിന്റെ ഖദമിന്റെ തഹ്തിലാണെന്ന് പഠിപ്പിച്ച സുയ്യിനൽ ഉഫുഖു മുദ് മുലിതു ബിസഅദി ഖളഅത് ലിയ റിഖാബുൽ ഔലിയായി. ലോകത്തുള്ള സർവമഹാന്മാരും അവരുടെ നേതാവായി അംഗീകരിച്ച മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ഈമാനിന്റെ കടുപ്പങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ ഉന്നത താലിബിൻ അടക്കം നോക്കിയാൽ കാണാം. പരമ്പരാഗതമായി കൈമാറി വന്ന വിശ്വാസത്തിനും ആചാരത്തിനും സംസ്കാരത്തിനും എതിരായി ഏത് പുതിയ ചിന്താഗതിക്കാര് വന്നാലും അവരോട് ഒരു ബന്ധവും വേണ്ട എന്ന് ശക്തമായ ഭാഷയിൽ നടപടി സ്വീകരിച്ച ഹിമ്മത്തുള്ള മനസ്സുകളായിരുന്നു അവരുടെയൊക്കെ മനസ്സ്. ദീനിന്റെ അകത്ത് പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്താഗതികൾ കടത്തിക്കൂട്ടി പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന തൗഹീദിനെയും ഇസ്ലാമിനെയും ആരെങ്കിലും വെട്ടിമുറിക്കാനോ അതിൽ കളങ്കം ചേർക്കാനോ ശ്രമിച്ചാൽ അവരോട് എനിക്ക് ഒരു ബന്ധവും വേണ്ട. ദീനിയായ ബന്ധവും വേണ്ട, ഭൗതികമായ ബന്ധവും എനിക്ക് വേണ്ട. കാരണം അവൻ എന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ ദുശക്തിയാണ് എന്നാണ്. അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. അത് വെറുതെ ഒന്നുമല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന്റെ ശൈലി അതായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് കച്ചവട സംഘം എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള ഇന്ന വ്യക്തി നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സലാം പറഞ്ഞാൽ ആര് സലാം പറഞ്ഞാലും മടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്, മടക്കൽ നിർബന്ധമാണ് അല്ലേ? അങ്ങനെ സലാം മടക്കുന്ന സമയത്ത് നേരിട്ട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം, മറ്റൊരാളുടെ സലാം വന്ന് പറഞ്ഞാൽ വഅലൈക വഅലൈഹിസ്സലാം. അങ്ങനെയാണ് എന്റെ ശൈലി. നിങ്ങൾക്കും അദ്ദേഹത്തിനും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്താ പറഞ്ഞത്? സലാം അടക്കട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം എന്റെ പാരമ്പര്യ വിശ്വാസത്തിനും പാരമ്പര്യ സംസ്കാരത്തിനും കത്തിവെക്കുന്ന ഒരു പുതിയ ആശയക്കാരനാണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ സലാം മടക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്റെ സലാം നിങ്ങൾ മടക്കണം എന്നാണ്. ദീന് നശിപ്പിക്കുന്ന ആളുകളോട് അവർക്കുള്ള മാനസികമായ അവസ്ഥയാണ് ആ പ്രകടമാക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതേ മഹാനായ ഗൗസുൽ ആദം നിലവേറും ഈശ തൊഴുതോരോവാലെ 40 റ്റാണ്ടോളം
സുബ്ഹി തൊഴുതോവർ 55 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഖിദ്മത്ത് ചെയ്ത പ്രഗത്ഭനായ മുരീദ് പറയുന്നു, ആ 40 കൊല്ലം ഞാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. 40 കൊല്ലം ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. 40 കൊല്ലവും രാത്രിയിൽ ഉറക്കൊടിഞ്ഞ ഇബാദത്ത്. ഇശാ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്താൽ അതേ വുളൂയോടുകൂടെ ഇബാദത്ത്. തഹജ്ജുദിന്റെ സുന്നത്ത് കിട്ടാൻ വുളൂ മുറിയാത്ത രീതിയിൽ ഒന്ന് ഇരിപ്പിടം സൗകര്യപ്പെടുത്തിയിരുന്നു ഒന്ന് തൂങ്ങി ഉടൻ എഴുന്നേറ്റ് തജ്ദീദുൽ വുളൂ ഉണ്ടാക്കി തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ അങ്ങനെ സുബ്ഹി നിസ്കാരം ഉറക്കിന്റെ രുചി പോലും ആസ്വദിക്കാതെ 40 കൊല്ലം. കാരണം എന്താണ്? ദുനിയാവ് എപ്പോഴാണ് തീരുന്നതെന്നറിയില്ല. ആ കിട്ടിയ ദുനിയാവിനെ ഞാൻ ഉറങ്ങി തീർത്താൽ എനിക്ക് ആഖിറം കിട്ടൂല. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനുള്ള സ്ഥലം ദുനിയാവല്ല, ഉറങ്ങാനുള്ള സ്ഥലം ഖബറാണ്. നമ്മുടെയൊക്കെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ, സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആയുസ്സിന്റെ വലിയ ഭാഗം ഉറങ്ങി തീർക്കുകയല്ലേ ചെയ്യുന്നത് മുഅ്മിനീങ്ങളെ? ഉറങ്ങി തീർക്കുകയല്ലേ? ആവശ്യമുണ്ടായാലും ഇല്ലെങ്കിൽ ഉറങ്ങി തീർക്കുകയല്ലേ? ഒരു പണിയില്ലെങ്കിൽ അന്നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 10 സുബ്ഹാനല്ലാഹെങ്കിലും ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണ്ടേ? ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തണ്ടേ? എവിടത്തേക്കാണ് നമ്മുടെ പോക്ക്? എന്താണ് നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. മഹാന്മാർ ദുനിയാവ് ഉറങ്ങാനുള്ള അവസരമായി കണ്ടിട്ടില്ല. മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇസ്ലാമിക ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ധീര വനിതയല്ലേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. വിലായത്തിന്റെ ഗൈഡ് ലഭിച്ച മഹദിയല്ലേ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും ഫീസത്ത് മാല ഞാൻ തുടങ്ങിടുന്നേ വല്ലിയ കണക്ക് സുഹ്റ ബിക്ക് 3ാമത്തെ പേരമകളാകുമേ ഈ ബീബി നഫീസത്തെ. പഴയ കാലത്ത് ഉമ്മാമ്മമാരൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ നന്നായി പഠിച്ചു വെച്ച മാലയായിരുന്നു നഫീസത്ത് മാല. ഇന്നതൊക്കെ പോയി. ഇന്ന് മുട്ടമാലയും കേത്തി കിട്ടുന്ന മാല ഇത് മാത്രമേ നമ്മുടെ ഉമ്മാർക്കൊക്കെ പരിചയമുള്ളൂ. കണ്ണൂക്കാരായ 2 മാല പരിചയമുണ്ടാവും, മുട്ടമാലയും കേത്തി കിട്ടുന്നു. മധ്യ ജില്ലക്കാരാകുമ്പോൾ 1 മാലയും പരിചയമുണ്ടാവും മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കി. കണ്ണൂക്കാര് പിയാപ്പുറത്തെ കാര്യത്തിനൊക്കെ ഉണ്ടാക്കുന്ന കാര്യപ്പെട്ട സാധനം മുട്ടമാല. അത് വിചാരിച്ചിട്ട് മറ്റു ജില്ലക്കാരാടോ ഒന്ന് കെട്ടാനും നിൽക്കണ്ട, കെട്ടിയനെ പെണ്ണിട്ട് പൊരുത്തപ്പെട്ടാൽ മതി. ഏതായാലും ഇരിക്കട്ടെ, പഴയ കാലത്തെ മഹദിമാർ. ഞാൻ നഫീസത്ത് മാല ചൊല്ലി പഠിച്ചതിന് ഒരു ഉമ്മാമന്റെ അടുത്തുനിന്നാണ്. എനിക്കൊരു 11-12 വയസ്സുള്ള സമയത്ത് എന്റെ നാട്ടിലുള്ള ഒരു പ്രായം ചെന്ന മറീത്ത എന്നൊരു പെണ്ണുകൊണ്ട് പ്രായം ചെന്ന ഒരു ഉമ്മാമ എന്നെ മൊയ്തീമാല ക്ഷണിക്കാൻ ചൊല്ലി വിളിച്ചു. 37 തീർച്ചയാക്കിയതാ. അപ്പൊ ഞാൻ മൊയ്ലിയാമാരുടെ കുടുംബത്തിൽ പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ ഇതിന്റെ വലിയ ഷെയ്ഖാനെന്ന് വിചാരിച്ച വിളിച്ചത്. ഞാൻ നല്ല ഉഷാറായി പോയി ചെല്ലാൻ വേണ്ടി നോക്കുമ്പോ ഇതിങ്ങനെ കുറുക്കന്റെ കൈമേൽ ആമര കിട്ടിയാൽ മതി എങ്ങനെ ചെല്ലേണ്ടത് ഇരിക്കുന്നില്ല. അവസാനം 36 അടുത്തൊരു കസാലിട്ടിട്ട് ഇരുന്നിട്ട് അങ്ങ് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ 36 ചെല്ലുന്ന കേട്ടിട്ടാണ് ഞാൻ ചൊല്ലി പിടിച്ചത്. ഇന്ന് അങ്ങനത്തെ ഒരു മാല ആർക്കും അറിയില്ല. മഹദിമാരുടെ ജീവിത ചരിത്രമൊക്കെ പാടി പഠിക്കണം. പണ്ടെല്ലാറ്റിനും അതായിരുന്നു. കാരണം എന്താ? മഹാന്മാരുടെയും മഹദിമാരുടെയും സ്തുതികീർത്തനങ്ങൾ പ്രകീർത്തനങ്ങൾ ആലപിക്കുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങുമെന്നാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെൻഷനാകുന്ന സമയത്ത് അവിടുത്തെ മനസ്സിന് സമാധാനം കൊടുക്കാൻ അല്ലാഹു തആല അംഗീകരിച്ച പോളിസി ഏതാ? വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. പൂർവീകരുടെ കഥകൾ കഥനം ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെയാണ്
റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല ആത്മധൈര്യം കൊടുത്തത്, ആത്മവിശ്വാസം കൊടുത്തത്. അപ്പൊ മഹാന്മാരുടെയും മഹതിമാരുടെയും ഒക്കെ ചരിത്രങ്ങൾ പാടുകയും പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന് എന്ത് കിട്ടും? ഒരു ഹിമ്മത്ത് കിട്ടും. അതുകൊണ്ടാ പഴയ കാലത്ത് മോക്ക് പ്രസവ വേദന വന്ന ഉമ്മാമ വേഗം ചെയ്യുന്ന പണി എന്താ? വേഗം ഒന്നുകൊടുത്ത് 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് ദ്വാരന്നു നഫീസത്ത് മാല ചെല്ലാൻ വേണ്ടി അങ്ങ് നേർച്ചയാക്കല. എന്നിട്ട് ഇങ്ങനെ നഫീസത്ത് മാല ചൊല്ലി അവസാന ഭാഗത്തും പരിശീനോ റഹ്മദൽ നബി മൂത്ത് മകളായ ബംഗീശം അഹ്ലു ബൈത്തിൽ പതിയോരായേ കരുണാറ്റ തരുള് ബീബി നഫീസത്തിൽ റളിയല്ലാഹ് കരുണർ റിളാ നാങ്കൾ കണൈത്തിടല്ലാഹ്. ആ മദീയുടെ മധുഹൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ദ്വാരം ചെയ്യുമ്പോഴത്തേക്ക് സംഗതി സുഖമായിട്ട് പ്രസവിച്ചിട്ടുണ്ടാവും. അത് ബർക്കത്ത് കൊണ്ട് ആത്മവിശ്വാസം ഉണ്ടായി ആത്മസംതൃപ്തി നേടുന്ന സമയത്ത് ഉണ്ടാകുന്ന നിഅമത്താണ്. ഇരിക്കട്ടെ, ആ നഫീസത്ത് ബീബി റളിയല്ലാഹു അൻഹ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒഴിവ് കിട്ടുന്ന സമയത്ത് പാർക്കിൽ പോയിട്ട് ആയുസ് കൊന്നു തീർത്തത് ഉമ്മല്ല കേട്ടോ. ആത്മസമാധാനവും മനസ്സിന് ഫ്രീയും കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിവ് സമയങ്ങളിൽ എവിടെയെങ്കിലും ഊരു ചുറ്റി കറങ്ങി തീർത്തിട്ടല്ല അവർ ആത്മശാന്തി കണ്ടെത്തിയത്. അവർ ദിക്റിലൂടെയാണ്, സ്വലാത്തിലൂടെയാണ്, ഖുർആനോത്തിലൂടെയാണ്. ആ രീതിയിൽ ഭൗതികമായിരിക്കുന്ന ജീവിതകാലത്ത് ശക്തമായ ത്യാഗം സഹിച്ച് ജീവിച്ചപ്പോഴാണ് അവർക്ക് വിലായത്തിന്റെ ഗ്രേഡിലേക്ക് എത്താൻ കഴിഞ്ഞത്. മഹാന്മാർ അവരുടെ ഉറക്കിന്റെ സമയം ദുനിയാവായി കണ്ടിട്ടില്ല. അവരുടെ ഉറക്കിന്റെ സമയം മുഴുവനും ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. എന്നാൽ ആ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ പാരമ്പര്യത്തിന്റെ കാവലാളികളായി ജീവിച്ച മഹാന്മാരായ ഉലമാക്കളോ, അവരിൽ അല്ലാഹു റിഫഅത്ത് കൊടുക്കാൻ തീരുമാനിച്ച വിഭാഗത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. ഓൻ ഉറങ്ങിയിട്ട് ആയുസ് തീർത്താളല്ല. മഹാനായ നൂറുൽ ഉലമ സുഖല്ലാതെങ്ങനെ ആഫിയത്ത് കുറഞ്ഞ സമയത്ത് തന്നെ വിനീതനായി ഞാൻ പലപ്പോഴും ചെല്ലുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഉറക്കിലേശമൊന്ന് ഇവിടെ ഉറങ്ങാൻ, അതെല്ലാം ഖബറിലാണോ എന്നാ പറയുന്നത്. ഉറക്കിന്റെ പേര് പറയുമ്പോ മൂപ്പര് പറയുന്ന സ്ഥലം എവിടെയാണ്? ഖബറാണ്. അത് വെറുതെ പറച്ചലല്ല. വിനീതനായി ഞാൻ ജാമിയത്തു സഅദിയയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അന്ന് വഅദിന് പോകുമ്പോ ഉസ്താദന്മാര് സുബ്ഹിന്റെ ജമാഅത്തിലേക്ക് പള്ളിയിലെത്തണം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനുള്ള ക്ലാസ്സിന് അറ്റൻഡ് ആയിട്ടില്ലെങ്കിൽ പിന്നെ വഅദിന് പോകാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ പാതിരാത്രിയിൽ കിട്ടാവുന്ന വണ്ടികൾ, വല്ല ലോറിയോ അല്ലെങ്കിൽ എന്തേ കിട്ടുന്ന സാധനം അതിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും സുബ്ഹിയാവുമ്പോഴേക്ക് കോളേജിലേക്ക് എത്തും. എന്നാൽ പാതിരാത്രിയിലൊക്കെ വന്ന് കയറുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, വന്യ വയോധികനായ പണ്ഡിത നേതൃത്വം മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അത്ഭുതമുള്ള രംഗമാണ് കാണുക. പാതിരാത്രിയിൽ എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയായി തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹിയാകുമ്പോഴേക്ക് എഴുതേണ്ട ലേഖനം അടക്കം എഴുതി റെഡിയാക്കിയിട്ട് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അവര് ജീവിതം ഉറങ്ങി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവർ അല്ല. ഉറക്കമെന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്ഷീണത്തിനൊരാശ്വാസം കിട്ടാനും ഒരല്പം ആരോഗ്യത്തിന്റെ സംരക്ഷണം എന്ന രീതിയിൽ കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുകയും മറ്റുള്ള സമയം മുഴുവനും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. നാം ഇന്നിവിടെ അനുസ്മരിക്കുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയ ഒരു ദിവസമുണ്ടായിരുന്നു. ഒരു പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ അന്ന് വിനീതനായ ഞാനും ഉണ്ടായി ഒന്നിച്ചു. അറഫയിൽ നിന്ന് ഞങ്ങൾ മുസ്ദലിഫയിലേക്ക് അറഫയിൽ താമസിച്ച് മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ വേണ്ടിയിട്ട്
മഹാനായ താജുൽ ഉലമയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും രണ്ടുപേരും വരുന്ന വണ്ടിയിൽ ഞാനും എന്റെ സുഹൃത്ത് ചുങ്കത്ര ഇബ്രാഹിം സഖാഫി അടക്കം ഞങ്ങൾ 2-3 പേർ ഒന്നിച്ച് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഡ്രൈവർ അല്പം പരിചയമുള്ള ആളായതുകൊണ്ട് വണ്ടിയുടെ തിരക്കിൽ നിന്ന് ഒഴിവായി മുസ്ദലിഫയുടെ ഒരു എൻഡിൽ പുറത്തുള്ള ഒരു റോഡിലൂടെ വന്നിട്ട് വണ്ടി നിർത്തി. ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാകില്ല, നടക്കാൻ മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ്. ആ നടത്തത്തിൽ മുസ്ദലിഫയിലേക്ക് എത്തും. പക്ഷേ സുബ്ഹാനല്ലാഹ്, മഹാനായ താജുൽ ഉലമക്ക് ശക്തമായ ശ്വാസം മുട്ടിന്റെ പ്രയാസം അറഫയിൽ നിന്ന് തന്നെയുണ്ട്. അങ്ങനെ മഹാനവറുകൾ അറഫയിൽ നിന്ന് ആ ഉണ്ടായ ശ്വാസം മുട്ട് അത് വല്ലാതെ ശക്തിപ്പെടുകയാണ്. മുസ്ദലിഫയിൽ വന്നു. മുസ്ദലിഫയിൽ എത്തി ഒരു 2 മിനിറ്റ് നടക്കുമ്പോഴേക്ക് ശ്വാസം മുട്ട് വല്ലാതെ വർദ്ധിച്ചു പോയി. ശ്വാസം മുട്ട് വല്ലാതെ കൂടി. ഒരു ഭാഗത്ത് തോളിൽ വന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കൈയിട്ടിരുന്നു. മഹാനവറുകൾ ഒരു ഭാഗത്ത് തോള് ശക്തമായി പിടിച്ചു. ഇപ്പുറത്ത് ഞാനും അവിടത്തെ കൈകൊണ്ടൊന്ന് താങ്ങി പിടിച്ചിട്ട് വളരെ സാവധാനത്തിൽ മുസ്ദലിഫയിൽ ഇരുത്തി ഒരു വിരിപ്പ് വിരിച്ചവിടെ ഇരുത്തി. ഞങ്ങളെല്ലാരും വല്ലാതെ ബേജാറായി ശ്വാസത്തിന്റെ മിടിപ്പിൽ. അങ്ങനെ അവിടെ ഇരുത്തി കയ്യിലുണ്ടായ കട്ടൻ ചായ കൊടുത്തു. മഹാനവറുകൾ ശ്വാസം കൊണ്ട് വന്നാൽ ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ട്, അതടിച്ചു. അങ്ങനെ അവിടെ വെച്ച് ഒരല്പ സമയം കഴിഞ്ഞപ്പോ പറഞ്ഞു, AP അതൊക്കെ റാഹത്തായിട്ടുണ്ട്. അങ്ങനെ മുസ്ദലിഫയിൽ അപ്പാർത്ത് ഞങ്ങൾ നേരെ ഉസ്താദ് പറഞ്ഞു നമുക്ക് റൂമിലേക്ക് പോകാം. എന്നിട്ട് രാവിലെ തന്നെ ഹജ്ജിന്റെ തവാഫ് അങ്ങോട്ട് കഴിച്ചിട്ട് പിന്നെ നമുക്ക് മിനയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് എത്തി. ഞങ്ങൾ താമസിക്കുന്ന റൂമിലെത്തുന്നത് 2:30 മണി 2:45 സമയമായിട്ടുണ്ടാകും. ഉസ്താദ് പറഞ്ഞു നമുക്ക് അല്പം വിശ്രമിച്ച്, താജുൽ ഉലമക്ക് വല്ലാതെ ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടുന്നല്ലേ, ഗുളിക കഴിച്ചു സ്പ്രേ കടിച്ചിട്ട് ക്ഷീണുണ്ടാകും, അതുകൊണ്ട് ഒരല്പം ഒന്ന് അവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് പോകാം. താജുൽ ഉലമയുടെ റൂമിൽ ഞങ്ങളൊന്ന് കടത്തി. സുൽത്താനുൽ ഉലമ ഇപ്പുറത്തെ റൂമിലും കടന്നു. ഞങ്ങൾ 2-3 ആളുകൾ ഉറങ്ങിപ്പോകുന്ന പേടി കൊണ്ട് പുറത്തുള്ള സെറ്റിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു അരമയക്കം. ഒരു അരമണിക്കൂറായി കാണും. ആ സമയത്ത് ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റു. ഉടൻ തന്നെ ഞങ്ങൾ താജുൽ ഉലമയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പതുക്കെ കിടക്കുന്ന റൂമിന്റെ അരികിൽ ചെന്നിട്ട് പതുക്കെ റൂമിന്റെ ഡോറങ്ങ് തുറക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു അവിടുന്ന് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയല്ല, വെറും ഒരു 10-20 മിനിറ്റ് മയങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. നമ്മളൊക്കെയാണെങ്കിൽ ആ ഉണ്ടായ ക്ഷീണത്തിനും കഴിച്ച മരുന്നിന്റെയും തളർച്ചയിൽ ചിലപ്പോ 4-5 ദിവസം കടന്നുറങ്ങിയ ക്ഷീണം മാറൂല എന്ന് പറഞ്ഞ് കടന്നുറങ്ങുമ്പോ 10-70കൾക്കപ്പുറം എത്തി നിൽക്കുന്ന സമയത്തും അവർക്ക് ഉറങ്ങാൻ നേരമില്ല. ഉള്ള സമയം ഇബാദത്തുകളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കാൻ വന്യരായ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലോട്ട് വരികയാണ്. അല്ലാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹ്. സാധാരണ മസൂല അനുസരിച്ച് തങ്ങൾ സ്റ്റേജിൽ കയറിയ പിന്നെ മേലെ നിർത്തണമെന്ന് പിന്നെ ഒറ്റവസ്ഥ പരിപാടി തങ്ങളുടെ ദ്വാര നടക്കണം, അനുസ്മരണ പ്രഭാഷണം എല്ലാം നടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. നമ്മുടെ മഹാന്മാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. മഹാനായ താജുൽ ഉലമ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ ക്ഷീണമുള്ള സമയത്തും എഴുന്നേറ്റ് താജ് നിസ്കരിക്കും. നമ്മുടെ അവസ്ഥ എന്താ? ഇതൊന്നുമില്ലാണ്ട് ആഫിയത്ത് ഉണ്ടായിട്ട് നമുക്ക് പാദരാത്രി എഴുന്നേറ്റിട്ട് സുബഹിക്ക് മുമ്പ് ഒരു 1/4 മണിക്കൂർ മുമ്പെങ്കിൽ എഴുന്നേറ്റിട്ട്
ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് നമുക്കാർക്കും തോന്നുന്നുണ്ടോ? ഔസുലാദും 40 കൊല്ലം ഉറങ്ങിയിട്ടേ ഇല്ല. അവരെ സ്നേഹിച്ച പിൻഗാമികളായ മഹാന്മാർ അവരുടെ ഉറക്കിന്റെ സമയവും കൂടെ ഇബാദത്തിനും ദീനി ഖിദ്മത്തിനും വേണ്ടി മാറ്റിവെക്കുകയാ. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവിടുത്തെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? പടച്ചോനെ, 10-40 കൊല്ലക്കാലം ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ച ഒരു സ്ഥാപനമാണ് ജാമിയ സഅദിയ. ഈ മഹത്തായ സ്ഥാപനം ഞാൻ കണ്ടു ചിമ്മുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കൾ ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സന്തോഷം കിട്ടിയിട്ട് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് മഹാനുഭാവൻ മരണപ്പെടുന്നത് വഫാത്താകുന്നത് വരെയും പറയാറുണ്ടായിരുന്നത്. എപ്പോഴും അവിടുത്തെ മനസ്സിൽ സഅദിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യനെ പോറ്റണം, അല്ലെങ്കിൽ മക്കളെ പോറ്റണം, കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നല്ല. 100 കണക്കിന് ആലിമീങ്ങൾ, 1000 അനാഥകൾ, ഒരുപാട് പാവങ്ങൾ, അതുപോലെ തന്നെ വലിയ സമ്പന്നന്മാരായ ആളുകൾ അവരവരുടെ ജോലിയും ആയുഷത്തിന്റെ വടിയും നോക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വരുമ്പോ നാട്ടിൽ അവരുടെ മക്കളെ നോക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ വഴിയാധാരമായി പോകുമ്പോ അത്തരം മക്കൾക്ക് കൃത്യനിഷ്ഠയോടെ പഠിക്കാൻ പറ്റിയിരിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മഹാപണ്ഡിത പ്രതിഭയുടെ കഴിവിന്റെ അത്ഭുതങ്ങൾ നോക്കണോ? സുന്നികളായ നമ്മളെ പറ്റി ചില ആളുകളൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു ദുഷ്പ്രചരണമുണ്ട്. സുന്നികൾ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ വല്ലാതെ പിറകോട്ട് വലിച്ചു കൊണ്ടുപോയവരാണ്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ ഹറാമാണെന്ന് പഠിപ്പിച്ചവരാണെന്നൊക്കെ പറയാറുണ്ടല്ലേ. പച്ചക്കളവാണത്. അങ്ങനത്തെ ഒരു ആശയം തന്നെ സുന്നത്തി ജമാഅത്തിന്റെ ഒരൊറ്റ അലിമിന് ഉണ്ടായിട്ടില്ല. അതേ സ്ഥാനത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്നൊരു പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിപ്പോകുന്നത് വരെ അവന്റെ ഭാഷ തന്നെ വേണ്ട എന്ന ഒരു കർക്കശമായ ഒരു നിലപാട് ആ പ്രതിരോധത്തിന്റെ ഘട്ടത്തിൽ അംഗീകരിച്ച ഒരു ആശയത്തെയാണ് എന്താക്കുന്നത്? നമ്മളെ ഇംഗ്ലീഷ് വിരോധികളാക്കി മാറ്റി. എന്നിട്ടറിയാം, ഈ കൗമ ഉണ്ടാക്കും ജീവിക്കുന്ന കേരളത്തിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ CBSE സിലബസ് അനുസരിച്ച് കൊണ്ട് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിനന്ദന പത്രം വാങ്ങിച്ച നമ്പർ 1 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതാണെന്നറിയോ? അതാണ് ജാമിയ സഅദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നമ്മൾ അഭിമാനത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണിത്. ജലീൽ സാഹിബ് കേരളത്തിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിനന്ദന പത്രം ഏറ്റുവാങ്ങിയിരിക്കുന്ന 1ാമത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഈ മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് സ്ഥാപിച്ച ജാമിയ സഅദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആ പണ്ഡിത പ്രഭയുടെ ദീർഘവീക്ഷണത്തിന്റെ ആള് നമ്മൾ മനസ്സിലാക്കണം. സ്ഥാപനത്തെ ക്രമീകരിച്ചതിന്റെ കടുപ്പ് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് ജാമിയ സഅദിയ. ഞാൻ കണ്ണു ചെമ്മിപ്പോയാലും ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അത് നിലനിൽക്കണം എന്നുള്ളത്. ഇൽമ് അത് പഠിക്കലും പഠിപ്പിക്കലും അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ആലോചിച്ചവരാണ് നമ്മുടെ ആലിമീങ്ങൾ. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ഏറ്റവും കൂടുതൽ ആലിമീങ്ങൾ ഇബാറത്ത് ഹല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമിക്കുന്ന കിതാബാണ് തുഹ്ഫ എന്ന് പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥം. അത് ദർസ് നടത്തുന്ന സമയത്ത് കിതാബ് നോക്കാണ്ട് കണ്ണും ചിമ്മിയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ചു കൊടുത്ത ആളാണ് ആര്? മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മൂപ്പർക്ക് ഈ കിതാബൊന്നും ഉണ്ടാവില്ല. മുതഅല്ലിമീങ്ങൾ വായിക്കുമ്പോൾ ഒരു ലഫ്ദ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനല്ലടാ ഇങ്ങനെ എന്ന് കിതാബ് നോക്കാതെ അത്രയും വലിയ ഫിഖിന്റെ കടുപ്പമുള്ള ഗ്രന്ഥം പോലും ദർസ് നടത്തി കൊടുക്കാൻ കഴിഞ്ഞ മഹാനവറുകളാണ്. അവരുടെ ഇൽമിന്റെ കടമ്പ് എത്രയാണ്? ഇസ്ലാമിനെതിരായി വരുന്ന മുഴുവൻ വിഷയങ്ങളെയും ഗണ്ഡിതമായി തന്റെ ഭാഷാ ശൈലിയുടെയും തൂലികയുടെ കൂരിരുമ്പിലൂടെയും ആ കാരിരുമ്പിന്റെ മൂർച്ഛം ഉപയോഗിച്ചിട്ട്
എല്ലാ വിഭാഗത്തിനും ഇടയിൽ ശക്തമായി ദീനിന്റെ തെറ്റായി വരുന്ന വിഷയങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ ഒരു പണ്ഡിത നേതൃത്വമാണ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്. ഞങ്ങൾ ഇപ്പോൾ ഓർക്കാറുണ്ട്, ഞങ്ങൾ SSF പ്രവർത്തിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി കേരളം ഭരിക്കുന്ന സമയമാണ്. അന്ന് നമ്മുടെ സംഘടനയുടെ നേതാക്കൾ സംഘടനാപരമായ ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ള മന്ത്രി TK ഹംസനെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന കൂട്ടത്തിൽ TK ഹംസ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇവരെ തീരെ നമ്പിക്കൂടാ, ഇവർ കമ്മ്യൂണിസത്തിന് ഭയങ്കര എതിരാണ്, അതുകൊണ്ട് ഇവരെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞു, കമ്മ്യൂണിസത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി പുസ്തകക്കാൾ ഞങ്ങളുടെ നേതാവ് എം എ ഉസ്താദാണ്. അത് ഞങ്ങളുടെ മരണം വരെ പണിയെടുക്കുകയും ചെയ്യും. നിങ്ങളെത്തിപ്പം വന്നത് ഈ നാട് ഭരിക്കുന്ന ആളാന്നുള്ള രീതിയിൽ ഞങ്ങൾ ആവശ്യം പറയാനാണെന്ന് പറയുന്നത്. ചങ്കൂറ്റത്തോടൊരു പറയാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനും പ്രസ്ഥാനത്തിലല്ലാതെ കേരളത്തിൽ ആൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇസ്സത്തോടെ പറയാൻ കഴിയും നമുക്ക്. രാഷ്ട്രീയം വേറെ, ആദർശം വേറെ. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും ദീനിനെ ദീനായി കാണുമ്പോഴേ അത് പറയാൻ കഴിയുള്ളൂ. അതിന് ഹിമ്മത്ത് കാണിച്ചവരാണ് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ. ഇസ്ലാമിനെതിരെ വരുന്ന ഏത് വിഷയമായാലും കൃത്യമായി അളന്നു മുറിച്ച് എഴുതാനും പറയാനും കഴിഞ്ഞ വ്യക്തിത്വങ്ങളാണ്. മഹാനായ നൂറുൽ ഉലമയുടെ തൂലികയൊക്കെ ഞാനൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ 2 പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങി വായിച്ച് മനസ്സിലാക്കണം. ഒന്ന് മഹാനായ നൂറുൽ ഉലമയുടെ സ്മരണികയും മറ്റൊന്ന് താജുൽ ഉലമയുടെ സ്മരണികയുമാണ്. അത് 2 പുസ്തകങ്ങൾ പൈസ പോയാലും തിരക്കേട്ടില്ല, വാങ്ങി നിങ്ങളും വായിക്കണം, നിങ്ങളുടെ വീട്ടിലെ മക്കളെ കൊണ്ട് വായിപ്പിക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരിമാരെ കൊണ്ട് വായിപ്പിക്കണം. അവരൊന്ന് പഠിക്കട്ടെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം, അവരൊന്ന് പഠിക്കട്ടെ നമ്മുടെ മഹാരഥന്മാരുടെ സേവനം, അവരൊന്ന് പഠിക്കട്ടെ നമ്മുടെ മഹാരഥന്മാർ ഇവിടെ നടത്തിയ പടയോട്ടത്തെ പറ്റിയൊക്കെ. SYS അൽഹംദുലില്ലാഹ് സംസ്ഥാന വ്യാപകമായി ആദർശ പഠനത്തിന്റെ ഭാഗമായി കൊണ്ടിപ്പോൾ പൊക്ക് ടെസ്റ്റ് നടത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആധാരമായി അംഗീകരിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഞാൻ ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന വലിയ 2 നിഅമത്ത്, ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇൽമാണ്. ആ ഇൽമ് സ്വയം സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിൽ നിന്ന് കിട്ടാവുന്ന ആലിമീങ്ങളെ ഒക്കെ സമീപിച്ച് ആവുന്ന അത്ര ഇൽമ് നാട്ടിലുള്ള ആലിമീകളിൽ നിന്ന് ചെറിയ പ്രായത്തിൽ നേടിയെടുത്തു. എന്നിട്ട് ആ നാട്ടിലുള്ള ആലിമീങ്ങളെക്കാൾ കൂടുതൽ അറിയപ്പെട്ട വലിയ മഹാന്മാർ അന്ന് ബഗ്ദാദിലാണ് ഉള്ളത് എന്ന് അറിഞ്ഞിട്ട് ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുക ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഇന്നത്തെ പോലത്തെ ഫ്ലൈറ്റുള്ള കാലമല്ല, ആധുനിക സൗകര്യങ്ങളൊന്നും യാത്രാ മേഖലയിൽ ഇല്ല. വനാന്തരങ്ങളിലൂടെ നടന്നു പോകണം, കൊള്ളക്കാരുടെ ഇടയിലൂടെ. അങ്ങനത്തെ ഒരു അപകടത്തിന്റെ വഴിയിലൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പോകാൻ താല്പര്യം കാണിച്ചപ്പോ, പ്രിയപ്പെട്ട ഉമ്മാനോട് സമ്മതം ചോദിച്ചപ്പോ ഉമ്മ എന്താ പറഞ്ഞത്? മോനെ, നീ ചെറിയ കുട്ടിയാണ്, കള്ളന്മാരും കൊള്ളക്കാരൊക്കെ നിന്നെ അപകടപ്പെടുത്തിയാല് എന്റെ മോൻ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് വേണ്ട, റിസ്ക് എടുക്കണ്ട എന്നാണോ? അല്ല, ഇൽമിന്റെ വില മനസ്സിലാക്കിയ ഉമ്മ നല്ല മനസ്സോടെ സമ്മതം കൊടുക്കുന്നു. യാത്രയിലുള്ള വഴിച്ചെലവിൽ ആവശ്യമായ വാപ്പയുടെ അനന്തരമായി കിട്ടിയ സ്വർണ്ണ നാണയത്തിന്റെ പകുതി ഭാഗം ആ മകന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉമ്മാന്റെ വക ഒരു വസിയത്താണ്, ഏത് ത്യാഗത്തിന്റെ മൂർധന്യ ദിശയിലെത്തിയാലും മോനെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം കേട്ടോ. കള്ളം പറയരുതെന്നും ചൊന്നാരേ,
കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ യാത്ര പുറപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ കാണുന്ന ദയനീയ രംഗം എന്താണെന്നറിയില്ലേ? വഴിയിൽ വെച്ച് കൊള്ളക്കാരവരെ പിടികൂടി തല്ലി ചതച്ചവരുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചിട്ട് മഹാനായ ശൈഖ് അവർകളുടെ ചെറിയ കുട്ടിയാണ്. അവിടത്തെ ചെന്ന് ചോദിക്കുന്നു, എവിടത്തേക്കാ പോകുന്നത്? ഞാൻ ബഗ്ദാദിലേക്ക്. എവിടെന്നാ വരുന്നത്? ജീലാനിൽ നിന്ന്. എന്തിനാ പോകുന്നത്? ഇൽമു പഠിക്കാൻ. എന്താ കയ്യിലുള്ളത്? 40 സ്വർണ്ണ നാണയമുണ്ട്. എവിടെ? ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ എന്താ പഠിപ്പിക്കുക? ഇന്നത്തെ പരിപാടിക്ക് വന്ന് ഉറക്കൊഴിഞ്ഞ് നാളെ രാവിലെ മദ്രസയിൽ പോകാൻ കഴിഞ്ഞില്ല, കുട്ടി ഉറങ്ങിപ്പോയി. ഞായറാഴ്ച രാവിലെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് കുട്ടി ഞാൻ പോകില്ല, ലീവ് ലെറ്റർ എന്നെല്ലാം പറയുമ്പോൾ ഉമ്മ എന്താ പറഞ്ഞു കൊടുക്കുക? ഉസ്താദിനോട് പറഞ്ഞ ഭാര്യവേദനയായിട്ടാണ്. കാണാത്ത 2 വേദന്റെ പേരും പറഞ്ഞു കൊടുക്കും അല്ലേ? ഇവിടെയുള്ള ഉമ്മാനെ പറ്റിയിട്ടല്ല പറയും, നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറ്റിയിട്ടാ പറയുന്നത് അല്ലേ? വാപ്പ പറയും അത് തലവേദനയാണെന്ന് പറഞ്ഞേക്ക്. ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ പറയുന്നത്, കള്ളം പറയരുതെന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. അത്രയും വലിയ ത്യാഗം സഹിച്ച് പോകുന്നത് എന്തിനാ? ഇൽമു പഠിക്കാൻ. എന്നിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ ആ ഇൽമു പ്രചരിപ്പിക്കാൻ എത്രയാ ത്യാഗം സഹിച്ചത്? ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹും സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളും അതേ ഭൂമിയിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയ പ്രഥമ ഘട്ടമുണ്ട്. എവിടെയാണെന്നറിയോ? അതാണ് ഇന്ത്യ രാജ്യത്തുള്ള അജ്മീറിന്റെ പരിസരത്ത് വെച്ചാ കണ്ടെത്തിയത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഖാജ തങ്ങളും അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോ ഖാജ തങ്ങൾ ഗൗസുൽ ആലമിനെ വല്ലാതെ ആകർഷിച്ചു. ഗൗസുൽ ആലമിനോട് പറഞ്ഞു, ശൈഖ് തങ്ങളെ ഞാൻ നിങ്ങളെ കൂടെ ബഗ്ദാദിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പറ്റൂല, നിങ്ങളെ റസൂലുള്ള ഇന്ത്യയിലേക്ക് ഖലീഫയായിട്ട് അയച്ചതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ വഴി, നിങ്ങളെ വഴി, അത് നിങ്ങൾ വരാൻ പറ്റൂല. ആ ഇൽമു പ്രചരിപ്പിക്കാൻ മലമിടുക്കുകളും വെള്ളങ്ങളും കടലുകളും താണ്ടിയിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്, ദീന പ്രചരിപ്പിക്കാൻ, ഇൽമു പ്രചരിപ്പിക്കാൻ അല്ലേ? മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് അന്ത ഖലീഫത്തി ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ എന്റെ പ്രതിനിധിയാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഖാജാ തങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചത് ദീന പ്രചരിപ്പിക്കാനാണ്, ജനങ്ങളിൽ ധർമ്മ വിദ്യാഭ്യാസം പഠിപ്പിക്കാനാണ്, നീതി പഠിപ്പിക്കാനാണ്, സത്യം പഠിപ്പിക്കാനാണ്, മാന്യത പഠിപ്പിക്കാനാണ്, സാംസ്കാരിക ശുദ്ധി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പരക്കം പായുകയാ. ആ പാരമ്പര്യം ഏറ്റെടുത്ത മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ നൂറുൽ ഉലമ ജീവിതകാലത്ത് 40 വർഷത്തിലധികം ജീവിതത്തെ സമർപ്പിച്ചത് എന്തിനാണ്? കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു വിഷയത്തിനല്ല, ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉയർപ്പിനാണ്. ആ സ്ഥാപനത്തിന്റെ അധ്യക്ഷ പദവിയിൽ അന്നിരുന്നിട്ട് മഹാനവറുകൾക്ക് ധൈര്യം പകർന്ന് ശക്തി പകർന്നു കൊടുത്തത് ആരാ? താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. അവിടുത്തെ നീണ്ട 10 ആണ്ട് കാലത്തെ സേവനം എന്താണ്? ഉള്ളാൽ സയ്യിദ് മദനി കോളേജിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നിട്ട് അതേ ആയിരക്കണക്കിന് ആലിമീങ്ങളെ വാർത്തുവിടാൻ, ഇൽമു പ്രചരിപ്പിക്കലാൻ. അതേ, അത് നമ്മുടെ മൺമറഞ്ഞു പോയ ആലിമീങ്ങൾ, നേരത്തെ വിസ്മരിച്ച മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദില്ലേ, യുഎഇയിൽ വീൽ ചെയറിൽ പര്യടനം നടത്തിയ ഒരു സന്ദർഭം ഉണ്ടായില്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്? എന്തിനാണ് നടക്കാൻ കഴിയാതെ, സ്വസ്ഥമായി യാത്ര ചെയ്യാൻ കഴിയാതെ, വീട്ടിൽ വിശ്രമിക്കേണ്ട സമയത്ത് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ യുഎഇയിൽ പര്യടനം നടത്താൻ വന്നത്? ഭാര്യയെ പോറ്റാനല്ല, മക്കളെ പോറ്റാനല്ല, ജീവിതകാലത്ത് സമർപ്പിച്ചൊരു ദീനിന്റെ സ്ഥാപനമുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിന്റെ വളർച്ചയ്ക്ക് എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ വീൽ ചെയറിൽ ഉരുണ്ടുപോയിട്ടായാലും ആവുന്നവരിൽ നിന്ന് വല്ലതും വാങ്ങി ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരണമെന്നുള്ള നിയ്യത്തോടു കൂടെയാണ് ഇത് ചെയ്തതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഔലിയാക്കളുടെ പാരമ്പര്യം ഇഷ്ടപ്പെട്ടവരായതുകൊണ്ട് ദുനിയാ
ദുനിയാവ് ഉറങ്ങി തീർക്കാൻ ശ്രമിച്ചവരല്ല. അബൂ ഹാത്തിം തങ്ങൾ പറഞ്ഞതുപോലെ അന്നൗമ ഇലൽ ഖബരി, ഉറക്കിനെ ഖബറിലേക്ക് മാറ്റിവെച്ചവരാ. ഉറക്കിന്റെ സമയം ഖബറിലേക്ക് അല്ലേ? നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചെന്താ? മരിച്ച് മയ്യത്ത് കഫൻ ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ വജാഅഹുൽ മുൻകറു വൽ നകീറു വസ്ഫുഹുമാ ബൈനൽ വറാ ശഹീറു ജഅദാനി അസ്വദാനി അസ്റാഖാനി ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി. തീ തുപ്പുന്ന നിറമുള്ള കണ്ണോടെ, ജടക്കുത്തിയ മുടിയോടെ, നീട്ടിയ നഖത്തോടെ, കാലുവരെ നീണ്ടു നിൽക്കുന്ന മുടിയോടെ രണ്ട് മലക്കുകൾ വന്നിട്ട് ഖബറാളിയോട് ചോദിക്കുന്ന ചോദ്യം പഠിച്ചിട്ടില്ലേ? മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക എന്ന ചോദ്യം. അതേ ഫായിസീങ്ങളായ സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, കൃത്യമായി അതിന് മറുപടി കൊടുക്കും. അല്ലാഹു റബ്ബി വമുഹമ്മദുൽ നബി വൽ ഇസ്ലാമു ദീനി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി. എന്റെ റബ്ബല്ലയാണ്, എന്റെ നബി മുഹമ്മദ് നബിയാണ്, എന്റെ ദീന് വിശുദ്ധ ഇസ്ലാമാണ്, എന്റെ ഇമാമു ഖുർആനാണ്. ഫായിസീങ്ങളായ സ്വാലിഹീങ്ങൾ ആ മറുപടി കൊടുക്കുമ്പോ മലക്കുകൾ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ടെന്താ? പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. മഹാന്മാരുദ്ദേശിച്ച പ്രതീക്ഷിച്ച ഉറക്കം അതാണ്. അതാണ് അബൂ ഹാത്തിം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റിള നേടിയിട്ട് നിനക്ക് സ്വർഗം വേണോ? അന്നൗമ ഇലൽ ഖബരി, ഉറക്ക് ഖബറിലേക്ക് മാറ്റിവെച്ചോ. രണ്ടാമത് പറയുന്നു റാഹത ഇലൽ ഖബരി, റാഹത ഇലൽ മീസാൻ. ഏത് കാര്യത്തിലും ഫറാഗായിട്ടൊന്ന് റാഹത്താകേണ്ട സമയം മുഅ്മിനീങ്ങളായ ആളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലേക്ക് നേരമില്ല. അതിന്റെ സ്ഥലം എവിടെയെന്നറിയോ? നന്മ തിന്മകളെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന അഹ്സനാത്തുകളെയും സയ്യിആത്തുകളെയും തൂക്കുന്ന സിറാത്തുണ്ട്. ആ സിറാത്തിലേ നിനക്ക് റാഹത്താകാൻ സമയമുള്ളൂ. എന്താ കാരണം? അതുവരെ റാഹത്തായാൽ അടുത്ത അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹസനാത്തിന്റെ തട്ടിങ് തൂങ്ങി കിട്ടണം. ആ തൂങ്ങി കിട്ടുന്ന സന്ദർഭത്തിൽ സിറാത്തുൽ മുസ്തഖീം സിറാത്ത് പാലം കടക്കുന്നത് വരെ അവിടെയാണ് നീ റാഹത്തിന്റെ സമയം കണ്ടെത്തേണ്ടത്. അതിന്റെ മുമ്പ് റാഹത്തായ ഒരു കാര്യം നടക്കൂല. നമ്മളോ അവിടെയാ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതങ്ങൊന്ന് സന്തോഷമായി കിട്ടിയാൽ പിന്നെ അൽഹംദുലില്ലാഹ് ഒരൊറ്റ ഉറക്ക. പിന്നെ അടുത്ത കൊല്ലത്തെ റബീഉൽ ആഖിറിലാണ് പിന്നെ ഒരു അനുസ്മരണത്തെ പറ്റി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്ന് വട്ടം കൂട്ടല്ലേ? പറ്റില്ല. പ്രവർത്തനം നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കണം. മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതങ്ങ് ഫത്ഹായ പിന്നെ അവിടെ നിൽക്കൂല, തൊട്ടടുത്ത നല്ല മലകൊണ്ട് തുടങ്ങുന്ന. അതാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളർച്ച. ഉസ്താദൊന്നും കോടീശ്വരനായതുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമല്ല. നേരത്തെ മുനീർ ബാപ്പി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാമെന്ന്. നമുക്ക് പ്രഖ്യാപിക്കുന്നു പറയാൻ ഭയങ്കര ഉഷാറാ. പക്ഷെ ആ പ്രഖ്യാപിക്കേണ്ട കോലത്തിലേക്ക് നമ്മുടെ കഴിഞ്ഞുപോയ ആലിമീങ്ങള് അവരാ സ്ഥാപനത്തെ എത്തിക്കാൻ കഴിച്ച ത്യാഗം എത്രയാണ്. ഒന്ന് തുടങ്ങുമ്പോ അതിന്റെ അപ്പുറം, അത് കഴിയുമ്പോ അതിന്റെ അപ്പുറം ഒരു വിശ്രമമില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സുൽത്താനുൽ മഖാദബുൽ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ സമ്മതിപ്പിക്കാൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. കേരള സർക്കാർ നോളജ് സിറ്റി എന്നുള്ള വർത്താനം നിയമസഭ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ സ്ഥലം കൊടുത്തിട്ട് സീറ്റിന്റെ പണി തുടങ്ങിയ ആളാരാ? ഒരു ആലിമാണ്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ നാട്ടില് പഴയ ഭാഷ പറഞ്ഞാല് തലയെക്കൊട്ടും കെട്ടി പള്ളിന്റെ മൂലക്കിരുന്ന് മാന്തിച്ചോറിഞ്ഞിട്ട് ഇങ്ങനെ മാന്തി പഠിച്ചിട്ട് ആരാന്റെ ചോറ് തിന്ന് നടക്കുന്ന കമ്പനി നമ്മൾ പണ്ട് പറഞ്ഞ ടീമില്ലേ? ആ ടീമാണ് ഇപ്പൊ എന്താകുന്നത്. കേരള ഗവൺമെന്റ് നോളജ് സിറ്റി എന്നുള്ള ആശയം മലയാളത്തിൽ പറഞ്ഞു തീരുമ്പോഴത്തേക്ക്, ചർച്ച ചെയ്യുമ്പോഴേക്ക് ആ സാധനം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടാന്ന് പ്രതിഷ്ഠിപ്പിക്കാൻ കഴിയുന്നത് ഒരു പണ്ഡിത നേതൃത്വത്തിനാണ്. കാരണം എന്താണെന്നറിയോ? കൈമ പൈസ ഉണ്ടോ എന്നുള്ള ഓരോ നോട്ടല്ല, എടുക്കേണ്ട പണിയിട്ട് എടുക്കുക. അപ്പൊ സഹായിക്കേണ്ടവരിലൂടെ അള്ളാഹു സഹായിക്കുന്ന. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഹുദാ. ഈമാനും അമലും നന്നായാൽ അല്ലാഹു തആല അവർക്ക് കൊടുത്തൊരു ഓഫറാണ്.
ഏത് വിഷയം വിജയിക്കാൻ അള്ളാഹു തആല വഴിയും കൊടുക്കും. എന്റെ നാട്ടിൽ മരണപ്പെട്ടു പോയ ഉസ്മാൻ അജി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല സുന്നിയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എങ്ങനെയാണപ്പോ നിങ്ങളോട് ഈ ജനങ്ങൾക്ക് അസൂയല്ലാണ്ടിരിക്കാന്ന് ചോദിച്ചാൽ എന്തേ ചോദിച്ചു. നിങ്ങളെ നേതാക്കന്മാർ കൊണ്ടുകുത്തിയിട്ട് ഇട്ടുകൂടി മക്കളെ പൈസ എന്നാൽ അതിൽ കൊണ്ട് ഇട്ട് കൊടുക്കുക, എന്തിനാന്നും കൂടി ചോദിക്കൂല. അതേ സ്ഥാനത്ത് ബാക്കിയുള്ളവർക്ക് പൈസ കൊടുത്താൽ സ്റ്റേജ് കെട്ടിയിട്ട് അത് വാട കൊടുക്കാനും കൂടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങളോട് അസൂയല്ലാണ്ടിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ കാരണം ചോദിച്ചു. ഒരു രാഷ്ട്രീയ നേതാവാണ്, അപ്പൊ സ്വാധീനമൊക്കെ നിങ്ങൾക്കല്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത പാവമൊക്കെ അങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, അത് നിങ്ങളെ കൈമൽ എന്തെങ്കിലും തന്നാല് ഒരു ഉപകാരത്തിന് എത്തുന്ന എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളവരെ മാതിരി അല്ലാതെ. ഈ പ്രസ്ഥാനത്തിന്റെ കയ്യിലേക്ക് 100 ഉറുപ്പിക ഒരാൾ കൊടുത്തിട്ട് അത് വൃതാവലായെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജലീലാജിനെ പോലത്തെ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ സഹായികളുടെയും കരങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. എത്ര കൊടുത്താലും ഇല്ലെങ്കിലും പിന്നെയും കൊടുക്കുന്ന എന്തിന്റെ പേരില്ല? കൊടുത്താൽ അതൊരു ഫലത്തിലെത്തും, ആഖിറത്തിൽ കിട്ടും വിചാരിച്ചിട്ട്. അള്ളാഹു ആ രീതിയിൽ സഹായിച്ചവർക്കൊക്കെ ആഖിറത്തിൽ സന്തോഷിക്കാൻ ഉപകരിക്കുന്നതായി അള്ളാഹു മാറ്റിത്തരട്ടെ. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അഭിയന്നരായ നേതാവ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ നാമധേയത്തിൽ, അവിടുന്ന് കിടക്കുന്ന എട്ടിക്കുളത്ത്, അവിടുത്തെ നാമത്തിൽ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്ന താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെന്റർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വളരെ വലിയ ഒരുപാട് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെയാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. അത് മുഅ്മിനീങ്ങളായ നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഫതഹായി കിട്ടലല്ലാതെ വേറൊരു രീതിയിലും അത് ഫതഹാകാനില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ 24 മണിക്കൂറിൽ നിങ്ങളുടെ ദുആയിൽ ആ സ്ഥാപനത്തിനെതിരായുള്ള മുഴുവൻ ഷർറുകളും അത് നീങ്ങി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അതിന്റെ ഒരു വലിയ ഹാദ്യം എന്നുള്ള രീതിയിൽ നിങ്ങളോടൊക്കെ ഞാൻ സാന്ദർഭികമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു ആ സ്ഥാപനത്തെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. അതിനെ തെറ്റിദ്ധരിച്ച് എതിർക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് നല്ലത് തോന്നിച്ച് സഹകരിക്കുന്നവരാക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ ഷർറ് അല്ലാഹു തആല ആ സ്ഥാപനത്തെ തൊട്ടും അഹ്ലുൽ ബൈത്തിനെ തൊട്ടും മുഅ്മിനീങ്ങളെ തൊട്ടും അല്ലാഹു തട്ടി ദൂരപ്പെടുത്തുമാറാകട്ടെ. വലിയ ഷർറ് നമ്മുടെ ചെറുതൊന്നുമല്ല, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഷർറുകളൊക്കെയാണ്. അതൊക്കെ മഹാന്മാരുടെ ഹക്കുകൊണ്ട് അല്ലാഹു തആല ഫതഹാക്കി തല്ലാന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ അതാണ് ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം ഏതാണ്? അത് പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ നമുക്കത് ഫതഹായി കിട്ടണം. അല്ലാഹു ഫതഹാക്കി തരുമാറാകട്ടെ. ആ സ്ഥാപനത്തെ നിങ്ങളൊക്കെ അകമടിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, റാഹത്ത് എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിറാത്ത് എന്ന് പറയുന്ന പാലം, സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്ത് എന്ന് പറയുന്ന പാലം അത് വിട്ടുകിടക്കുന്നത് വരെ ഒരാൾക്കും ഇങ്ങനെ റാഹത്താകാൻ കഴിയില്ല. അത് കടന്നാലേ ഒന്ന് ആശ്വാസം കിട്ടും. കാരണം ആ നേരിയ പാലത്തിലൂടെ ഇങ്ങനെ കാലിടറിയിട്ട് അടിയിൽ നോക്കുമ്പോൾ നരകോ ജ്വാല ഇങ്ങനെ പൊന്തുന്നു. അതിന്റെ അക്കരെ കടന്നു കിട്ടിയാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല മക്കളെ, റാഹത്താകാൻ കഴിയൂല. നമ്മൾ അവിടെ രക്ഷപ്പെടുന്നത് വരെ ദുനിയാവിലെ റാഹത്തിന് വേണ്ടി സമയം കണ്ടെത്തിയാൽ നമുക്ക് സ്വർഗം കിട്ടൂല, ആ പാലം കടക്കാൻ കഴിയൂല. അല്ലാഹു നമുക്കെല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ. മനുഷ്യൻ ജീവിതത്തിൽ മനസ്സിൽ അറിയാതെ കടന്നുകൂടുന്ന ഒരു ദുസ്വഭാവമുണ്ട്, ഫഖ്ർ എന്ന് പറയുന്നതല്ലേ. നമ്മുടെ റമദാനില് ഒരു ഖുർആൻ ഖത്മ ചെയ്തു, നമുക്ക് തന്നെ തോന്നും അൽഹംദുലില്ലാഹ് ഞാനൊന്ന് ഓതി തീർത്തും തോന്നിപ്പോ അല്ലേ. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, നമ്മുടെ മനസ്സിൽ അറിയാതെ ഒന്ന് തോന്നിപ്പോ അൽഹംദുലില്ലാഹ് നിസ്കരിച്ച് കിട്ടിക്കൊല്ലത്തെ റമദാനിലെ ഒറ്റ തറാവീഹും പോയിട്ടില്ല എന്ന് തോന്നിപ്പോലെ. എന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്വസ്ഥതയിലാണ്. മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഉൾനാട്യത്തിന്റെ മനസ്സോടുകൂടെ നമ്മുടെ അമലിന്റെ വഴികളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ദുസ്വഭാവം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പാടില്ല. നമുക്കൊരിക്കലും ഇനി ഫഖ്ർ നടിക്കാൻ സമയമില്ല. കാരണം അമല് ചെയ്യലല്ല വിഷയം, ചെയ്ത അമല് അത് നമുക്ക് ഫലപ്രദമായോ എന്ന് തിരിയുന്ന സ്ഥലം അത് മീസാനിന്റെ ഘട്ടത്തിലാണ്. മീസാനിൽ ഹസനാത്തും സയ്യിആത്തും തൂങ്ങുന്ന സമയത്ത് സയ്യിആത്തിന്റെ തട്ടൊന്ന് അതൊന്ന് പതുക്കെ പൊങ്ങിയിട്ട് ഹസനാത്തിന്റെ തട്ടൊന്ന് ശരിക്കൊന്ന് തൂങ്ങിക്കിട്ടിയാലല്ലാതെ നമുക്ക് റാഹത്താകാൻ ഫഖ്ർ നടിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാർക്ക് എത്ര നല്ല കാര്യം ചെയ്താലും അവരുടെ മനസ്സിൽ മറ്റൊന്നും അവർക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടി അൽഹംദുലില്ലാഹ് ആയി എന്നും പറഞ്ഞിട്ട് പിന്നെന്താകുക, അതിന്റെ ഫദ്ലും ഫളായിലും അതിന്റെ ബഹുമാനം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കല. അതിനപ്പുറം പിന്നെ പണിയെടുക്കാൻ കഴിയുന്നില്ല. വൽ ഫഖ്റ ഇലൽ മീസാൻ. നമ്മുടെ മനസ്സിൽ ആ ഫഖ്ർ തോന്നണമെങ്കിൽ
മീസാനിൽ നമ്മുടെ ഹസനാത്ത് തൂങ്ങിയെന്ന് ഉറപ്പാകണം. നാലാമത്തെ കാര്യം മഹാനായ അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, വശഹവാതി ഇലൽ ജന്ന. ദുനിയാവ് മുഴുവനും മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയാണല്ലേ. അല്ലേ? ഫാമിലി അടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീൻ ഫ്രിഡ്ജിലുണ്ട്, ഉണ്ടാക്കി തരാൻ പെണ്ണുങ്ങളുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ എന്നാലും ദിവസം 2 നേരത്തെ ഭക്ഷണം ഫാസ്റ്റ് ഫുഡിലായിട്ടെങ്കിൽ നമുക്ക് എന്താവൂല, റാഹത്ത് കിട്ടൂല. നമ്മൾക്ക് ആഗ്രഹത്തിന്റെ പിന്നാലെ എങ്ങനെ ഓടുക. പൊരയില് നല്ല മുസമ്പിയുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിണ്ട്, ജ്യൂസ് അടിച്ചു കുടിക്കാൻ 5 പൈസന്റെ ചെലവിൽ അതൊന്നും ഇട്ട് അടിച്ചാൽ മതി. എന്നാലും ജ്യൂസ് കടയിൽ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചാലേ നമുക്ക് എന്താവുള്ളൂ. കച്ചവടക്കാരെ കച്ചവടം പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ വേറെ പറയാൻ വന്നാലെന്നാലും വിചാരിച്ചു പോണ്ട. ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങിയ ഭക്ഷണവും വെള്ളം കുടിക്കേണ്ടത് വേറെ വിഷയം. അനാവശ്യമായി നമ്മൾ സഹവാത്തികളുടെ പിന്നാലെ എങ്ങനെ ഓടുക. ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്, എന്നാലും അടുത്ത വാങ്ങിയാലേ നമുക്ക് റാഹത്താവുള്ളൂ. കട്ടിലിന്റെ അടിയിൽ ഒരു ചെരുപ്പ് കട തുടങ്ങാൻ മാത്രം ചെരുപ്പ് ഉണ്ടാവും, എന്നാലും ഓരോ ആഴ്ചയും ചെരുപ്പ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ താല്പര്യത്തിന്റെ പിന്നാലെ പായുന്നു. മഹാനായ അബൂ ഹാത്തിം തങ്ങൾ പറയുന്നു, മോനെ, ദുനിയാവിൽ നീ എത്ര ആഗ്രഹത്തിന്റെ പിന്നാലെ പാഞ്ഞാലും നിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കിട്ടൂല. ലാ യംലഉ ഫാഹു ഇല്ല തുറാബ്. നിന്റെ ആഗ്രഹം തീരുന്നത് വായയിൽ മണ്ണ് വന്ന് നിറയുന്ന സമയത്താണ്. അസ്രായിൽ വന്നാലേ പൂതി തീരുള്ളൂ. അതുകൊണ്ട് നിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സ്ഥലം നീ എവിടത്തേക്ക് മാറ്റി വെക്കണം എന്നറിയോ? വശഹവാതി ഇലൽ ജന്ന. അത് സ്വർഗത്തിലേക്ക് മാറ്റി വെക്കണം. അവിടെ നീ ഉദ്ദേശിച്ച പെണ്ണ് നിനക്കുണ്ട്, ഉദ്ദേശിക്കുന്ന വെള്ളമുണ്ട്, ഉദ്ദേശിക്കുന്ന പാനീയമുണ്ട്, ഭക്ഷണമുണ്ട്, എന്ത് വേണമെങ്കിലും ഇച്ഛിക്കുന്നതെല്ലാം അവിടെ കിട്ടും. അത് കിട്ടണം എങ്കിൽ ദുനിയാവ് ഷഹ്വാത്തുകളുടെ പിന്നാലെ പായാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. നമുക്കിന്ന് പലതിനും സമയം കിട്ടാത്ത എന്തുകൊണ്ടാ? നമ്മുടെ ഷഹ്വാത്തുകളുടെ പിന്നാലെ ഇങ്ങനെ പായുന്നുകൊണ്ടാ. മഹാന്മാരായ ആലിമീങ്ങളോ അവരുടെ ശാരീരികമായ ഷഹ്വത്തുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഉള്ള സമയങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ആ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും. ആ രീതിയിൽ അവർ ജീവിച്ചപ്പോ അൽഹംദുലില്ലാ ഉമ്മത്ത് അവരെ ഓർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആലിമീങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഭിന്നിപ്പുണ്ടായി. അല്ലാഹു തആല എളുപ്പത്തിൽ അത് സന്തോഷത്തോടെ പരിഹരിച്ച് നമ്മുടെ ആലിമീങ്ങൾക്കിടയിലും സംഘടനയിലും അല്ലാഹു ഐക്യം പ്രദാനം ചെയ്തു തരട്ടെ. നമ്മൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കരുത്. മുഅ്മിനീങ്ങൾ എപ്പോഴും ഐക്യത്തിൽ പോകേണ്ടവരാണ്. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതൊന്നുമില്ല, ഉള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതിലെല്ലാവരും ദുആ ചെയ്യണം. എന്നാൽ 2 വിഭാഗമായി നിൽക്കുന്ന സമയത്തും കേരളത്തിൽ ഒരു ആലിമ മരിച്ചപ്പോഴാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഒന്നിച്ചു ദുആ നടന്ന ഒറ്റ പണ്ഡിതനുള്ളൂ. അതാരെന്നറിയോ? മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്. നൂറുൽ ഉലമ എം ഉസ്താദ് വഫാത്തായപ്പോ കേരളത്തിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും ദുആ നടന്നു, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും ദുആ നടന്നു. എന്താ കാരണം? മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആശയം അന്നത്തെ ആലിമീങ്ങളുടെ കൽബിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു സംവിധാനത്തിന് ആദ്യമായിട്ട് അധ്വാനിച്ച വ്യക്തി ആരായിരുന്നു? മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദായിരുന്നു. അതുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തെ വിലയിരുത്തുമ്പോ എം എ ഉസ്താദിനെ മാറ്റിവെച്ചിട്ട് ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കടപ്പാട് മുന്നിൽ കണ്ടിട്ടാണ് എല്ലാ മദ്രസ സ്ഥാപനങ്ങളിലും വന്ന് മഹാനുഭാവന് വേണ്ടി ദുആ നടന്നത്. അത്രയും വലിയ ഹള്ളുള്ള വലിയ പണ്ഡിതന്മാർ. ആ 2 മഹാന്മാരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വന്ദനായ സയ്യിദ് അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ആ മഹാന്മാരോടൊക്കെ നമ്മുടെ കൽബിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏറ്റെടുക്കണം. ആ മഹാന്മാരോടൊക്കെ നമ്മുടെ കൽബിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം മാത്രം ഞങ്ങൾക്ക് കൊടുത്തത്. താജുൽ ഉലമയോട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നൂറുൽ ഉലമയോട് നമ്മുടെ കൽബിലുള്ള സ്നേഹം ആത്മാർത്ഥാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? സ്നേഹിക്കപ്പെടുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടെ ജീവിതത്തിന് ശേഷം അവരിവിടെ ഉപേക്ഷിച്ചു പോയ ആസാറുകളും ഉണ്ടോ അത് സംരക്ഷിക്കുക എന്നുള്ളത് അവരെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയാണ്. പ്രവാചക പ്രേമികളുടെ കൂട്ടത്തിൽ പ്രഗൽഭ വ്യക്തിത്വമാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ ഏറ്റവും ചെറിയ കാര്യം നിങ്ങൾ സിമ്പിളായി ഞാൻ നിർത്തുകയാണ്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ആ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിൽ നിന്ന് സഹാബത്തിന് ഇങ്ങനെ ഒരു രംഗം കാണും.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും സഹാബത്ത് വിളിക്കലെന്നെ മജ്നൂൻ എന്നാ വിളിക്കലും. നിനക്ക് വിരാന്തുണ്ടോന്നൊക്കെ ചിലപ്പോൾ എന്താവും ചോദിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം എന്നറിയോ? റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാർക്കശ സ്വഭാവം കണ്ടാല് എന്തോ ഒരു മാനസിക ലെവലിൽ തെറ്റിയാളെ മാതിരിയാണ് എന്താ ബോധ്യപ്പെടുക. അത്രയും റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്തു. അതുകൊണ്ടാണ് മുമ്പർക്ക് കിട്ടിയ ടൈറ്റിലിന്റെ മുത്തബിഉ സുന്ന എന്നാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നടക്കുക. സഹാബത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇവിടത്തേക്കാപ്പം മൂപ്പർ കാണുമല്ലോ. മൂപ്പർ നടന്നു പോയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൃക്ഷത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കലും അതിനെ തഴച്ചു വളരാൻ വേണ്ടി സഹായിക്കലൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അക്കൂലി കിട്ടാനാന്ന് മനസ്സിലാക്കി. എന്നാൽ എല്ലാത്തിനും ഒഴിക്കുമല്ലോ. സഹാബത്തിനെ വീഴ്ചപ്പോൾ മൂപ്പർ ഒരു മരത്തിന്റെ ചോട്ടിൽ ഒഴിച്ചു, അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ വേറൊന്നും ഒഴിച്ചില്ല. അപ്പൊ സഹാബത്തിന് സംശയം, എന്താ കാരണം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളവുമായി പോകുന്നത് ഞങ്ങൾ കണ്ടു. അതൊരു മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചത് ഞങ്ങൾ കണ്ടു. റസൂലുള്ളാഹിന്റെ സുന്നത്ത് കിട്ടാനാണെങ്കിൽ അതിന്റെ അടുത്ത് വേറെയും വൃക്ഷങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും ഒഴിക്കാതെ ഇതിനു വേണ്ടി മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ഒഴിച്ചു? ഇതങ്ങ് ചോദിച്ച സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ സഹാബത്തെ, അതാണോ പ്രശ്നം? എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ ഞാൻ പ്രേമിച്ചെടുത്ത എന്റെ അഭിമന്യ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു വേള ഈ വഴിയേ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഹബീബ് വാഹനപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്ത് അവിടത്തെ മുതബറക്കായ ശരീരത്തിന്റെ പിൻഭാഗം ആ മരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഹബീബിന്റെ ശരീരം ബർക്കത്തുള്ള ശരീരമാണ്. ആ ശരീരം തട്ടിയ സ്ഥലത്തിനും ബർക്കത്തുണ്ട്. എന്റെ ഹബീബിന്റെ ശരീരം തട്ടിയ മരം അതൊരു ബർക്കത്തുള്ള മരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു ബേജാറ് വന്നു. എന്റെ ഹബീബിന്റെ ശരീരം തട്ടിയ ബർക്കത്തുള്ള വസ്തു എന്റെ ജീവിതകാലത്ത് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് എന്റെ ജീവിതകാലത്ത് ആ മരം ഉണങ്ങിപ്പോകാതിരിക്കാൻ അതിന് വെള്ളമൊഴിച്ച് വളർത്തുമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത് കേട്ടോ. എന്റെ കലവിന്റെ കഷ്ടങ്ങളായ പ്രവർത്തകന്മാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ജീവിതത്തിന്റെ അവസാനം വരെ ഇൽമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച് കഠിനാധ്വാനം ചെയ്ത് ദുനിയാവിന്റെ സുഖങ്ങളൊന്നും ആസ്വദിക്കാതെ മൺമറഞ്ഞു പോയ നേതാക്കൾ ഓർക്കുമ്പോ നൂറുൽ ഉലമയുടെ 4.5 പതിറ്റാണ്ട് കാലത്തെ ജീവിത സമർപ്പണമായി വന്ന് അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോയ ഒരു വലിയ മുതബറക്കായ ആസാറുണ്ട്. അത് അവിടെ നിന്ന് സ്ഥാപിച്ചു വെച്ച സ്ഥാപനമാണ്. ആ അഭിവന്യ ഗുരുവിനോട് നമ്മുടെ കൽബിൽ യഥാർത്ഥ മഹബത്തുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയണം. ആ മഹാപണ്ഡിത പ്രതിഭ മറക്കാൻ പറ്റാത്ത പ്രതിഭയാണ്. പ്രാസ്ഥാനിക രംഗത്ത്, ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് അതേ വലിയ ചരിത്രം കുറിച്ച പണ്ഡിത നേതൃത്വമാണ്. അവിടത്തെ കൈകൊണ്ട് തുടങ്ങി വെച്ച സ്ഥാപനം അതിനൊരു കോട്ടം തട്ടാതെ ഞാൻ എന്റെ ഹയാത്ത് കാലത്ത് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ആ സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന തീരുമാനമെടുത്ത് ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളും അനാഥകളും അഗതികളും വ്യത്യസ്തമായ ക്യാമ്പസുകളിലായി 30-ലധികം സ്ഥാപനങ്ങളിലായി ആയിരക്കണക്കിന് മക്കൾ ഇങ്ങനെ പഠിക്കുമ്പോ ഒരു വീട്ടിലുള്ള 5 മക്കളെ പോറ്റാൻ കഴിയാഞ്ഞിട്ടാണ് ജനിച്ച നാട് വിട്ട് നമ്മൾ വിദേശത്ത് വന്നതെങ്കിൽ ഈ ആയിരങ്ങളെ പോറ്റാൻ ചെറിയ
അധ്വാനമല്ലെന്ന ബോധം നമുക്ക് വേണം. നമ്മളെല്ലാവരും കൂടെ ചെയ്യേണ്ട പണി നമ്മുടെ ആലിമീങ്ങളും അതിന്റെ ഖാദിമീങ്ങളും ചെയ്യുമ്പോ നമുക്കതിനോടുള്ള ഒരു ഐക്യദാർഢ്യമെങ്കിലും പ്രഖ്യാപിച്ചിട്ട്, അതേ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നൊരു മുതഅല്ലിം, അവിടെ പഠിക്കുന്നൊരു അനാഥ, അല്ലെങ്കിൽ ഒരു അഗതി, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മറ്റ് ഖിദ്മത്തുകളിൽ ഞാനൊന്ന് പങ്കുചേരട്ടെ, ആദിയത്തോട് ആ സ്ഥാപനം നെഞ്ചിലേറ്റാൽ അവിടത്തെ ഓർക്കുന്ന ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു.